12 ഇഞ്ച പിയാപ്പിളക്കൊരു പൂതി നല്ല തേങ്ങാപ്പാലൊഴിച്ച പത്തിരിയും ബീഫും തിന്നാൻ. ഇഞ്ച പിയാപ്പിളായോണ്ട് ബെസ്റ്റിൽ ബെസ്റ്റ് തന്നെ ആവണല്ലോ. മൂപ്പരാക്ക് റൂമെന്നൊന്ന് മെയിൻ ആവേം വേണം. എന്നാ പിന്നെ പഠിച്ചോ. അജ്മീന്റെ പത്തിരിപ്പൊടി, ഈന്റെ ഒറോട്ടിപ്പൊടിയും പത്തിരിപ്പൊടിയെല്ലാം ഞാൻ ബഹ്റൈനിലുള്ള കാലത്തെ യൂസ് ചെയ്യുന്നത്. എന്നാ പിന്നെ നിങ്ങൾ ആദ്യം അജ്മീന്റെ പൊടി അങ്ങോട്ട് വാങ്ങുക. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിൽ എടുക്കുക. ഓയിൽ ഉപ്പിട്ട് പൊടി അങ്ങ് വേവിച്ചെടുക്കുക. ഇനിയാണ് മെയിൻ പാർട്ട്. ആ ചൂടോട് കൂടി അങ്ങോട്ട് കുഴച്ചെടുക്കണം. കുഴക്കുന്നേരം കുറച്ച് സോഫ്റ്റ്നെസ്സിന് വേണ്ടി വെള്ളം കുടഞ്ഞു കൊടുത്തു ഇടക്കൊന്ന് കൈ നനച്ചു കൊടുത്തു ഉരുട്ടി ബോളാക്കി അങ്ങ് എടുക്കുക. അടുത്തതായി പരത്തൽ പരിപാടിയാണ്. പൊടിയിൽ മുക്ക പ്രസ് ചെയ്യുക. ഈനെ കൊണ്ട് ഇപ്പൊ എത്ര പ്രസ് ചെയ്താലും നമ്മളാ നൈസ് പത്തിരിന്റെ നൈസ് ഒന്നും ഈനെ കൊണ്ട് കിട്ടൂല. അതുകൊണ്ട് നമ്മളെ വിന്റേജ് സ്റ്റൈല് കോയിലെടുത്ത് അങ്ങ് പരുത്ത്. ഇനി പാനിലിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് പൊള്ളിച്ചിട്ട് അങ്ങ് എടുക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള നൈസ് പത്തിരി ഇവിടെ റെഡി. ഇനി വെറും 5 മിനിറ്റ് കൊണ്ട് ഈ കാശ്മീരി പൊടിയും മീറ്റ് മസാലയും കൊണ്ട് അടിപൊളി ബീഫ് കറി ഉണ്ടാക്കണം. അജ്മീന്റെ ആയോണ്ട് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസ് ഇല്ല. പത്തിരിയും തേങ്ങാപ്പാലും ബീഫും അതൊരു വികാരം തന്നെയാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് സേഫ് ആയിട്ടും കരുതലോട് കൂടി ഇരിക്കാന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാരെയും ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാസലാമ്മ. ബൈ ബൈ ഫ്രം കോയസ് റെസിപ്പി.